ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, ഒരു പടത്തിൽ ഒരു നായകനെ ആദ്യം തീരുമാനിച്ചിട്ട് പിന്നീട് ആ നായകനെ മാറ്റിയിട്ട് വേറെ നായകനെ നിശ്ചയിച്ചതിനെക്കുറിച്ചും പിന്നെ അവർ മനസ്സിൽ കണ്ട നായകനെ അവസാന നിമിഷത്തിൽ മാറ്റിയതിനെക്കുറിച്ചും പറയണം ജയരാജ് എന്ന സുഹൃത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചെന്ന് പറയാം. ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാർ മുതൽ തുടങ്ങാം. അതായത് അഭിനയ ചക്രവർത്തി സത്യമാഷ് അഭിനയിച്ച യക്ഷി എന്നുള്ള പടം മലയാറ്റൂർ രാമകൃഷ്ണനാണ്. അതിൻ്റെ കഥ ആദ്യം ഒരു ആഴ്ചപ്പതിപ്പിൽ വന്നതാണ്. അപ്പോൾ കഥ സിനിമയാക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ ആൾ അഭിപ്രായപ്പെട്ട് അങ്ങനെ ഒരു പിന്നെ ഇതിൽ പിന്നെ ജനയുഗം അങ്ങനെ എന്തോ ആണ് വാരിക, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിൽ വായനക്കാർക്ക് വിട്ടുകൊടുത്ത് ആരെ നായകനാക്കണമെന്ന് അവരെ വോട്ടെടുപ്പിലൂടെ നായകനാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വോട്ടെടുപ്പ് നടത്തിയിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നസീർ സാർ. അപ്പോൾ നസീർ സാറ് കഴിഞ്ഞാൽ പിന്നെ സത്യമാഷ്ക്ക്, പിന്നെ കെ പി ഉമ്മർ നായകനാക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വോട്ട് ചെയ്തതിന്. അതായത് അമ്മയെ തല്ലിയാലും 2 വർഷം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ സത്യനും നസീർ കൂടെ ഉമ്മറിന് അവർ രണ്ടാളെയും വേണ്ട, ഉമ്മർ മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വോട്ട് ചെയ്തതിന്. അങ്ങനെ നസീർ സാറിനെ നായകനാക്കാൻ തീരുമാനിച്ചു. അവസാന നിമിഷത്തിൽ മലയാറ്റൂർ പറഞ്ഞ് നിർബന്ധം പിടിച്ച് ഈ കഥാപാത്രം സത്യം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സംവിധായകന് വേറെ മാർഗ്ഗമില്ല, ഇല്ല അയാൾ കഥ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നസീർ സാറിനെ മാറ്റിയിട്ട് സത്യമാഷിട്ട് പ്രൊഫസർ ശ്രീനി എന്ന് പറഞ്ഞ കഥാപാത്രം. പിന്നെ ഒരു ഉമ്മാച്ചു എന്നുള്ള പടത്തിൽ സത്യമാഷ് മരിക്കാനായ സമയത്താണ് ഉമ്മാച്ചു ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉമ്മാച്ചുവിന് സത്യമാഷ് അടുത്താണ് പോയത്. അപ്പോൾ സത്യമാഷ് പറഞ്ഞ് എനിക്ക് കുറച്ച് ട്രീറ്റ്മെൻറ്റിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇതും ആ ഉണ്ടക്കണ്ണന് കൊടുക്കുന്ന പറഞ്ഞു. ഈ കഥാപാത്രം ഉണ്ടക്കണ്ണന് കൊടുത്തത്. ഉണ്ടക്കണ്ണെന്ന് വിളിക്കുന്നത് കെ പി ഉമ്മറിനെ. സത്യമാഷ് കെ പി ഉമ്മർ ഈ റോള് കെ പി ഉമ്മറിന് കൊടുത്തതാണ്. പക്ഷേ സംവിധായകൻ കേൾക്കാണ്ട് അത് സത്യൻ്റെ വാക്കെടുത്തിട്ട് മധുവിനെ കൊണ്ട് അഭിനയിപ്പിച്ചു. പിന്നെ ഒരു പടമാണ് ആരോമലുണ്ണി. ആരോമലുണ്ണിയിൽ അതിലുള്ള കണ്ണപ്പനുണ്ണിയായിട്ടുള്ള കഥാപാത്രത്തെ സത്യമാഷായിരുന്നു അവതരിപ്പിക്കേണ്ടത്. ഡബിൾ റോൾ, കണ്ണപ്പനുണ്ണിയും വേറൊരു ചന്ദ്രപ്പൻ. അത് പിന്നെ സത്യമാഷ് മരിച്ചതുകൊണ്ട് രവിചന്ദ്രനാണ് എടുത്ത്. മരിച്ച കാര്യം പറയണ്ട, ജീവിച്ചിരിക്കുമ്പോഴുള്ള സംഗതി പറയാം. പിന്നെ രാജവംശത്തിൽ നസീർ സാറിൻ്റെ പടത്തിൽ രാഘവൻ അതിൽ നല്ലൊരു റോളുണ്ട്. രാഘവൻ്റെ റോളിൽ ആദ്യം സുധീറിനായിരുന്നു തീരുമാനിച്ചത്. പിന്നെ സുധീറിനെ മാറ്റിയിട്ട് വീണ്ടും രാഘവനെ തന്നെ എടുത്തു. ആദ്യം രാഘവനെ തീരുമാനിച്ച്, പിന്നെ വീണ്ടും സുധീറിനെ തീരുമാനിച്ച്, പിന്നെ വീണ്ടും സുധീറിനെ മാറ്റി രാഘവനെടുത്ത്. പിന്നെ ഉത്സവത്തിൽ ഐ വി ശശി നസീർ സാറിൻ്റെ അടുത്ത നസീർ സാർ ഡേറ്റ് കൊടുത്തിട്ടില്ല. നസീർ സാറിനെ മനസ്സിൽ കണ്ടിട്ടാണ് ആ കഥ ഷെരീഫ് എഴുതിയത്. പിന്നീട് സുധീറിനെ നായകനാക്കാൻ തീരുമാനിച്ച്. സുധീറിൻ്റെ ഡേറ്റും കിട്ടിയില്ല. അങ്ങനെയാണ് കെ പി ഉമ്മർ നായകനാണ്. പിന്നെ അങ്ങാടി സോമനായിരുന്നു ആദ്യം അഭിനയിക്കേണ്ടത്. അങ്ങാടിയും കാന്തവലിയ 2 പടം. ആ 2 സോമന ഏഷ്യ തെറ്റിയിട്ട് മാറ്റിയിട്ട് ജയൻചേട്ടനെ കൊടുത്തു. തുറമുഖത്തിൽ ജേസി സോമനെയും ജയനെയും കണ്ടിട്ടാണ് കഥ പിന്നെ തീരുമാനിച്ചത്. അവസാന നിമിഷത്തിൽ ജയൻ മാറി. അങ്ങനെ ജയൻ്റെ റോളിൽ സുകുമാരനെ കൊടുത്തു. അതുപോലെ അങ്കുരം, അത് ഹിന്ദി പടത്തിൻ്റെ റീമേക്കാണ്. നമുക്കറാം, രാജേഷ് ഖന്ന നായകൻ, ഉപനായകനായിട്ട് അമിതാഭ് ബച്ചൻ. അപ്പോൾ ഉപനായകൻ്റെ വേഷത്തിൽ ആദ്യം ജയനെയാണ് തീരുമാനിച്ചത്. ഹരിയാർ 1-2 സീൻ എടുക്കുകയും ചെയ്തു. പിന്നെ ജയനുമായിട്ട് തെറ്റിയിട്ട് ജയനുമായിട്ട് രാഖി രാമാനും സുകുമാരനെ വിളിപ്പിച്ച് അഭിനയിപ്പിച്ച്. പിറ്റേന്ന് ജയൻ വരുമ്പോഴത്തേക്ക് സുകുമാരൻ സെറ്റിൽ നിന്ന് അഭിനയിക്കും. ഹരിഹരൻ ഭയങ്കര ദേഷ്യക്കാരനാണ്, ചില സമയം നല്ല സ്വഭാവമാണ്. പിന്നെ ദേഷ്യം പിടിച്ചാൽ അതുപോലെ ഉണ്ടാവും. പിന്നെ അതുപോലെ മീനിൽ രവികുമാർ അഭിനയിക്കാൻ ആദ്യം ഈ ജയൻ്റെ റോളിലല്ല, വേറെ സീനിൽ രവികുമാറുണ്ട്. അപ്പോൾ രവികുമാർ ഒരു വില്ലനായിട്ടാണ്. രവികുമാർ പറഞ്ഞ് എനിക്ക് ജോസിൻ്റെ റോളാണ് ഞാൻ എടുക്കാമെന്ന്, ആ പാട്ടെല്ലാം പാടുന്നു. വിശേഷി പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രവികുമാർ ഒഴിവാക്കിയിട്ട് അതിന് ജോണി അഭിനയിച്ചു. പിന്നെ നസീർ സാറിൻ്റെ തന്നെ മനസ്സിൽ കണ്ടിട്ട് എഴുതിയതാണ് ആഭിജാത്യം. നസീർ ശാരദ
അവസാനത്തിൽ ആദ്യം ശാരദക്ക് അഡ്വാൻസ് കൊടുത്ത് രണ്ടാമത് നസീർ സാറിൻ്റെ അടുത്ത് പോയി നസീർ സാറിന് അഡ്വാൻസ് കൊടുത്ത സമയത്ത് കൊടുക്കാൻ പോയ നസീർ സാറ് മാറി, അങ്ങനെ മധുവിനെ കൊടുത്ത്. ആ പാട് ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ നസീർ സാറിനെ മനസ്സിൽ കണ്ടിട്ട് എഴുതിയാണ് അലാവുദ്ദീൻ അത്ഭുത വിളക്കും വിശേഷം. അത് നസീർ സാറ് ആ തച്ചോളി അമ്പൂല് അഭിനയിക്കുന്ന ഡേറ്റ് തെറ്റിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് നസീർ സാർ മാറി. അതായത് സിനിമാസ്കോപ്പ് പടമാണ് തച്ചോളി അമ്പു ആദ്യത്തെ. അലാവുദ്ദീനാണ് ആദ്യം സിനിമാസ്കോപ്പ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. അത് അപ്പച്ചൻ അറിഞ്ഞിട്ട് അപ്പച്ചൻ ആദ്യം തന്നെ നസീർ സാറിൻ്റെ ഡേറ്റ് വാങ്ങി. പക്ഷേ നസീർ സാർ ആദ്യം ഡേറ്റ് ഇവിടെ കൊടുത്തു പോയി. പക്ഷേ അപ്പച്ചന് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പച്ചന് കൊടുത്തിട്ട് അതാദ്യം തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് സിനിമാസ്കോപ്പ് പടം ഇറങ്ങിയ തച്ചോളി അമ്പു. അതോടെ നസീർ സാറും ഈ വിശേഷം തെറ്റി. ഇതിൽ നസീർ സാറിനെ മനസ്സിൽ കണ്ടിട്ട് എഴുതിയാണ് അലാവുദ്ദീൻ അത്ഭുത വിളക്കും. പിന്നെ ശരപഞ്ചാരത്തിൽ ആദ്യം മധുവാണ് അഭിനയിക്കേണ്ടത്. പിന്നീട് മധുവിനെ മാറ്റിയിട്ട് കഥയിൽ ചെറിയ മാറ്റം വരുത്തിയിട്ട് ജയനെ കൊടുത്തു. അതേപോലെ അടിമക്കച്ചവടത്തിൽ ജയൻ ചെയ്ത റോള് മധുവാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ഇവിടെ വരെക്ക് ശേഷം വന്ന പടം. അതേപോലെ ക്ലൈമാക്സിലൊരു ഫൈറ്റെല്ലാം വെച്ചിട്ട് ഒരു പുഴയിൽ നിന്ന് ഫൈറ്റെല്ലാം ഉണ്ട്. അത് മധുവാണ് ആദ്യം അഭിനയിക്കേണ്ടത്. പക്ഷെ മധു മാറിയ ശേഷം റോള് കുറച്ച് കുറച്ചിട്ട് ജയന് കൊടുത്തു. മധു ആണെങ്കിൽ കുറച്ചും കൂടി റോളുണ്ടാവും. ജയന് അത്ര റോള് കൊടുക്കുമ്പോൾ സോമൻ അന്ന് നായകനായിട്ട് അഭിനയിക്കുന്നതാണ്. അപ്പോൾ സോമന് പ്രാധാന്യം പോയി. മധുവാകുമ്പം പ്രശ്നമില്ല. പിന്നെ മധുവിൻ്റെ റോള് കുറേ വെട്ടിച്ചുരുക്കിയിട്ട് അരിയാനെ ജയന് കൊടുത്ത് ആ കഥാപാത്രം. പിന്നെ വേറെ പടമാണ് മുന്നേറ്റം. പിന്നെ ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ്റെ പടം. അതിൽ ശ്രീകുമാരൻ തമ്പിച്ചേട്ടി ചേട്ടൻ ആദ്യം കണ്ടത് സോമനെയും സുകുമാരനെയാണ്. പിന്നീട് സുകുമാരൻ വലിയ പൈസ പറഞ്ഞു. അങ്ങനെ സുകുമാരനെ മാറ്റിയാലും പിന്നെ സോമനെയും മാറ്റിയിട്ട് അത് മമ്മൂട്ടി രതീഷിന് കൊടുത്തു. അത് സുകുമാരൻ പറഞ്ഞത് 50,000 പറഞ്ഞു. പിന്നെ സോമേട്ടന് 40,000 ഉള്ളൂ. അപ്പോൾ രണ്ടാൾക്കും ഒരുപോലെ 40,000 തരാൻ ഒരു സുകുമാരൻ സമ്മതിച്ചില്ല. അങ്ങനെ രതീഷിന് 7,500 മമ്മൂട്ടിക്ക് 5,000. അതായത് സുകുമാരന് 50,000 കൊടുക്കേണ്ടടുത്ത് രതീഷിന് കൊടുത്തത് 7,500, സോമന് 40,000 കൊടുക്കേണ്ടടുത്ത് മമ്മൂട്ടിക്ക് കൊടുത്തത് 5,000. പിന്നെ വേറൊരു പടമാണ് ഇത് ഗാനം. ഗാനത്തിൽ ആദ്യം സോമനാണ് അഭിനയിക്കേണ്ടത്. പിന്നെ സോമനെ ആയിട്ട് ശ്രീകുമാരൻ തമ്പി ചേട്ടനെ ഉടക്കിയിട്ട് അംബരീഷിനെ കൊണ്ടുവന്നിട്ട് അഭിനയിപ്പിച്ചു. പിന്നെ ഒരു പടം രാജാവിൻ്റെ മകൻ തമ്പി കണ്ണൻ താൻ ആദ്യം പോയത് മമ്മൂട്ടി എടുത്തതാണ്. മമ്മൂട്ടി പറഞ്ഞ് പോയി സംവിധാനം ചെയ്യാൻ പഠിച്ചിട്ട് വന്നാൽ. അങ്ങനെ മോഹൻലാലിൻ്റെ അടുത്ത് പോയി പടം ഹിറ്റായി. അതേപോലെ മോഹൻലാലിൻ്റെ തന്നെ ദൃശ്യത്തിലും മമ്മൂട്ടിയായിരുന്നു ആദ്യം അഭിനയിക്കേണ്ടത്. മമ്മൂട്ടി പറഞ്ഞ് ഇതുപോലെ കുറേ പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മോഹൻലാൽ അഭിനയിച്ചു, അതും ഹിറ്റായി. പിന്നെ ദേവാസുരം, അതിന് രഞ്ജിത്ത് ആദ്യം മമ്മൂട്ടിൻ്റെ അടുത്താണ് പോയത്, വിശേഷം രഞ്ജിത്ത്. അതിലും മമ്മൂട്ടി പറഞ്ഞ് ഇതുപോലുള്ള കുറേ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മോഹൻലാലിനെ കിട്ടി. 3 പടം സൂപ്പർ ഹിറ്റായി, മമ്മൂട്ടി ഒഴിവാക്കി. പിന്നെ ഏകലവ്യ ആദ്യം മമ്മൂട്ടി അടുത്ത് പോയത്. മമ്മൂട്ടി പറഞ്ഞ് ഇതുപോലെ കുറേ കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, സുരേഷ് ഗോപി കൊടുത്തു. പിന്നെ അക്ഷരത്തെറ്റെന്ന് പറഞ്ഞ വിശേഷിൻ്റെ ഒരു പടം. അത് മമ്മൂട്ടി പറഞ്ഞ വിശേഷോട് അങ്ങനെയുള്ള റോള് ഞാൻ അഭിനയിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ സുരേഷ് ഗോപി കൊടുക്കുന്ന പറഞ്ഞു മമ്മൂട്ടി. അങ്ങനെ സുരേഷ് ഗോപി എടുത്തു. അതുപോലെ പഞ്ചാഗ്നിയിൽ ആദ്യം ഗീത അഭിനയിച്ച റോളിൽ മമ്മൂട്ടി അഭിനയിക്കേണ്ടിരുന്നത്. അത് മമ്മൂട്ടിയെ പിന്നെ അതിൽ അഭിനയിക്കാത്തതുകൊണ്ട് പിന്നെ അത് പെൺവേഷമായിട്ട് മാറ്റിയിട്ട് ഗീതക്ക് കൊടുത്തു. അതിനെ കഥാപാത്രത്തിനെ കുറച്ച് മാറ്റി അത് പെൺ കഥാപാത്രമാക്കിയിട്ട് ശക്തമായ കഥാപാത്രം അത് ഗീതക്ക് കൊടുത്തു. പിന്നെ ഒന്ന് പാത എന്നുള്ള പടം. അതിൽ മുരളിയാണ് അഭിനയിക്കേണ്ട മമ്മൂട്ടിൻ്റെ കൂടെ. ലാലു അലക്സിൻ്റെ റോളിൽ മുരളിനെ മാറ്റണം എന്ന് പറഞ്ഞു മമ്മൂട്ടി. മുരളിയായിട്ട് തെറ്റിയ. അങ്ങനെ ആ മുരളിൻ്റെ റോള് ലാലു അലക്സിന് കൊടുത്തു. അതുപോലെ ചക്രം എന്നുള്ള പടത്തിൽ ആദ്യം മോഹൻലാൽ അഭിനയിക്കേണ്ടിയിരുന്നത്. കുറച്ച് പടം ഷൂട്ട് ചെയ്തെന്ന് തോന്നുന്നു. കമലാന്ന് തോന്നുന്നു ഡയറക്ടർ. അത് പിന്നെ പൃഥ്വിരാജിനെ കൊടുത്ത് മോഹൻലാൽ മാറി. അങ്ങനെ ദിലീപ് അന്ന് കുറച്ച് കയറി വരുന്ന സമയമാണ്. അപ്പോൾ ദിലീപ് മോഹൻലാൽ മങ്ങിപ്പോണ്ടാന്നിട്ട് വിചാരിച്ചിട്ട് മോഹൻലാൽ മാറിയതാണ്. അന്ന് നല്ല തിരക്കായിരുന്നു ദിലീപിന്. പിന്നെ പഴശ്ശിരാജയിൽ ശരത് കുമാർ അഭിനയിച്ച റോളിൽ സുരേഷ് ഗോപിയായിരുന്നു. മമ്മൂട്ടിയായിട്ട് തെറ്റിലാണ്. മമ്മൂട്ടി സുരേഷ് ഗോപിനെ മാറ്റണമെന്ന് പറഞ്ഞു.
നായാട്ടിൽ ആദ്യം നസീർ സാർ ചെയ്ത റോളിൽ മധുവായിരുന്നു അഭിനയിക്കേണ്ടത്. മധു ജയന എന്ന് പറഞ്ഞാൽ പിന്നെ മധു മാറി. നസീർ സാർ ഈഗോ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് നസീർ സാർ അഭിനയിച്ചു. പിന്നെ നസീർ സാറിൻ്റെ സുഹൃത്താണ് ജയനും ശ്രീകുമാരനും. ഇനി പ്രിയ എന്ന് പറഞ്ഞിട്ട് മധു സംവിധാനം ചെയ്ത പടം. അതിൽ ആദ്യം അടൂർവാസിയാണ് നായകൻ. അടൂർവാസിൻ്റെ റോൾ ആദ്യം KP ഉമറിനാണ് പിന്നെ തീരുമാനിച്ചത്. അവസാന നിമിഷത്തിൽ KP ഉമറിന് പനി വന്നിട്ട് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മധു അടൂർവാസിക്ക് കൊടുത്തു. പിന്നെ പഞ്ചപാണ്ഡവറിൽ വിൻസെൻ്റ് ആയിരുന്നു ആദ്യം അഭിനയിക്കേണ്ടത്. വിൻസെൻ്റ് കുറച്ച് പ്രതിഫലം കൂട്ടി പറഞ്ഞ് പിന്നെ മാറ്റിയിട്ട് ജയനായിട്ട്. അതുപോലെ പിന്നെ അങ്കുരം ഞാൻ ഇതിൽ പറഞ്ഞെന്ന് തോന്നുന്നു. അങ്കുരം പറഞ്ഞു. പിന്നെ ഇതൊക്കെയാണ് അദ്ദേഹത്തെ കളി. പിന്നെ 1921 സുരേഷ് ഗോപി ചെയ്ത റോൾ ആദ്യം മോഹൻലാലാണ് ചെയ്യേണ്ടത്. അത് ശരിക്കും പത്രങ്ങളിലെല്ലാം വന്നില്ല, മാസികകളിലെല്ലാം വന്ന് 1921 മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ കുറേ നടന്മാരുടെ പേര്. അവസാന നിമിഷത്തിൽ മോഹൻലാൽ മാറിയത്. കാരണം അന്ന് മോഹൻലാൽ പിന്നെ സൂപ്പർ താരമാണല്ലോ. മമ്മൂട്ടിക്കാണ് പ്രാധാന്യം. പക്ഷേ കുറച്ച് മോഹൻലാൽ മാറിയാലും കുറച്ച് റോള് വെട്ടിച്ചുരുക്കിയിട്ട് സുരേഷ് ഗോപിക്ക് കൊടുത്തു. മോഹൻലാലെങ്കിൽ അങ്ങനത്തെ റോളായിരിക്കുമല്ലോ, ഒക്കെ ചിലപ്പോൾ തുല്യ റോളായിരിക്കും. സുരേഷ് ഗോപി അതിൽ തുല്യ റോളൊന്നും അല്ലല്ലോ, സുരേഷ് ഗോപിക്ക് കൊടുത്തു. അതിങ്ങനെ നായകന്മാർ മാറുമ്പോൾ അതിനേക്കാൾ സ്റ്റാർ വാല്യൂയില്ലാത്ത നടന്മാർ വരുമ്പോൾ കഥയിൽ മാറ്റം വരുത്തും, കുറച്ച് വെട്ടിച്ചുരുക്കും. ആദ്യം വെച്ച നടൻ്റെ അത്ര റോള് മറ്റേ നടന് കൊടുക്കുമല്ലോ. ഇതൊക്കെയാണ് അന്നത്തെ കാലത്ത്. ഇനി ഒരുപാടുണ്ട്. ഇനി പറയാമെന്ന് പറഞ്ഞാൽ കുറേ പറയേണ്ടി വരും. കാരണം ഇതന്നെ ഒരുപാടായില്ലേ. അതുപോലെ എന്നെ സ്നേഹിക്കും എന്നെ മാത്രമല്ല പടത്തിൽ സുകുമാരനും മമ്മൂട്ടിയാണ് ആദ്യം അഭിനയിക്കേണ്ടത്. പിന്നീട് മമ്മൂട്ടിനെ മാറ്റി സോമനെ കൊടുത്തു. ഓക്കെ.